പ്രിയപ്പെട്ടവരെ, എല്ലാവരിലും പരമകാരുണികൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടികർത്താവുണ്ട് എന്നുള്ള കാര്യം അനിഷേധ്യമാണ് എന്ന് ഇതിനു മുമ്പ് ചെയ്ത പല വീഡിയോകളിലായി വ്യക്തമാക്കുകയുണ്ടായി. 1961 റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിൻ, അദ്ദേഹം ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയ ബഹിരാകാശ സഞ്ചാരിയാണ്. അദ്ദേഹം ബഹിരാകാശ യാത്ര നടത്തി തിരിച്ചു വന്നതിന് ശേഷം ചില പ്രസ്താവനകൾ നടത്തുകയുണ്ടായി. ആ പ്രസ്താവനകളിൽപ്പെട്ട ഒന്നാണ്, ഞാൻ അവിടെ ദൈവത്തെ നോക്കി, വീണ്ടും വീണ്ടും നോക്കി, പക്ഷേ കണ്ടില്ല എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. കേവലം 300-400 കിലോമീറ്റർ മാത്രം ഉയരത്തിലാണ് അദ്ദേഹം ഭൂമിയിൽ നിന്ന് യാത്ര ചെയ്തത്. ഒരു പ്രാവശ്യം ഭൂമിയെ ചുറ്റുകയുമുണ്ടായി. അവിടെയെങ്ങും സൃഷ്ടികർത്താവിനെ കണ്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മിഷനും അതിനദ്ദേഹം കാണിച്ച ധൈര്യവും അങ്ങനെ അദ്ദേഹം നേടിയ ബഹുമതിയുമെല്ലാം അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളത്തരം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൃഷ്ടികർത്താവ് സൃഷ്ടിയുടെ ഭാഗമായിരിക്കില്ല ഒരിക്കലും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു ആശാരി, ഒരു കാർപ്പൻ്റർ ഒരു മേശ നിർമ്മിച്ചു എന്ന് വിചാരിക്കുക. ഈ മേശ മുഴുവൻ പരിശോധിച്ചുകൊണ്ട് ഈ മേശയുടെ മേൽ ആശാരിയില്ല എന്ന് പറയുന്നത് പോലെയാണ് പ്രപഞ്ചത്തിനെ മുഴുവൻ പരിശോധിച്ചാലും അവിടെ സൃഷ്ടികർത്താവില്ല, അതുകൊണ്ട് സൃഷ്ടികർത്താവില്ല എന്ന് പറയുന്നത്. അതേപോലെ പ്രപഞ്ചം എന്ന് പറയുന്നത് സൃഷ്ടികർത്താവിൻ്റെ ഒരു സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടികർത്താവ് എന്തല്ല, ഈ പ്രപഞ്ചം എന്ന സൃഷ്ടിയുടെ ഭാഗമായിരിക്കില്ല. പ്രപഞ്ചത്തിൽ സൃഷ്ടികർത്താവ് എവിടെ എന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. കാരണം പ്രപഞ്ചം സൃഷ്ടികർത്താവിൻ്റെ സൃഷ്ടിയാണ്. സൃഷ്ടിയുടെ ഭാഗമല്ല ഒരിക്കലും സൃഷ്ടികർത്താവ്. സൃഷ്ടികർത്താവിനെ കുറിച്ച് അദ്ദേഹത്തിനുള്ള വീക്ഷണ വൈകല്യമായിരിക്കാം അങ്ങനെയുള്ള ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കാൻ കാരണം. സൃഷ്ടികർത്താവും ഒരു മനുഷ്യനെ പോലെ തന്നെയുള്ള ഒരു സൃഷ്ടിയാണ് എന്നുള്ള ധാരണയായിരിക്കാം അദ്ദേഹത്തിന് ഈ സൃഷ്ടികർത്താവിനെ കുറിച്ച് ഉള്ളത്.